നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 സെപ്റ്റംബർ മാസത്തെ ചിത്തിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് കന്നിക്കൂറിലാണ്, ശേഷം 30 നാഴിക തുലാക്കൂറിലും. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സർവാഭിഷ്ടസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. നല്ല ദൈവാധീനമുണ്ട്. അതേപോലെ തന്നെ ലഗ്നാൽ ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്ര സ്വക്ഷേത്ര ബലവാനായിട്ട് രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പം നല്ല ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്. അതേപോലെ തന്നെ നല്ല ദൈവാധീനമുണ്ട്. നേതൃത്വ കാരകത്വം വഹിച്ചിട്ട് ചൊവ്വ കർമ്മസ്ഥാനത്തും ലഗ്നത്തിൽ പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്ത് ബുധനം നിൽക്കുന്നത് കാരണം തൊഴിൽ സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. വളരെ നല്ല അനുകൂലമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ സാധിക്കുമെങ്കിലും കണ്ടകശനിയുടെ ദോഷമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ എന്തിനിറങ്ങിയാൽ ആദ്യം ഒരു തടസ്സം വരാനുള്ള സാധ്യത. വളരെ ഉത്സാഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന പ്രതിഫലം കിട്ടാതെ ഇരിക്കുക. അതേപോലെ കാൽപാദത്തിന് വേദന, 10 രൂപ ചിലവാക്കേണ്ടോട്ടത്ത് 20 രൂപ ചിലവാക്കേണ്ടി വരും. ഉദര സംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലുള്ള രോഗാവസ്ഥയുണ്ട്. ഇത്തരം ദോഷങ്ങളാണുള്ളത്. അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക. അതേപോലെ തന്നെ ശിവക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുകയും ഗണപതി ഹോമം നടത്തുകയും ചെയ്താൽ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരം വന്ന് അനുകൂലമായ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ സെപ്റ്റംബർ മാസത്തിൽ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്ക് യോഗമുണ്ട്. ഇനി തുലാക്കൂറുകാരെ സംബന്ധിച്ചാണെങ്കിൽ അവരെ സംബന്ധിച്ച് 10ാം ഭാവത്തിൽ വ്യാഴം പഞ്ചമഹാപുരുഷത്തിലെ ഹംസായോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ചാരവശാൽ ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന ചെറിയൊരു പ്രശ്നം, വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഹംസായോഗം ചെയ്ത് കർമ്മസ്ഥാനത്തേക്ക് വരണമെന്നുണ്ട്. തൊഴിൽ നല്ല അഭിവൃദ്ധിക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. എന്നാൽ 5ൽ രാഹു നിൽക്കുന്നത് കൊണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാകാം. പുത്രസംബന്ധമായിട്ട് മക്കളെ പ്രതിയൊക്കെയുള്ള ടെൻഷൻ ഉണ്ടാകാം. എന്നാലും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അനുകൂലമാണ്. കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗം ഉണ്ടാകും. ചന്ദ്ര ലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ മാളവ്യയോഗം ചെയ്തിട്ട് ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് കലാപരമായിരിക്കുന്ന മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് നല്ല വിജയം ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. സ്ത്രീസുഖം, വാഹന സംബന്ധമായിട്ടുള്ള ഗുണങ്ങൾ, വാഹനം വാങ്ങാനൊക്കെ പറ്റിയൊരു സമയമായിട്ട് കണക്കാക്കാം. നല്ല മാനസികമായിട്ടുള്ള ഉല്ലാസത്തിന് യോഗമുള്ളൊരു സമയമാണ്. മാനസികമായിട്ട് പൊതുവെ ആഗ്രഹിക്കുന്ന ഭൗതികമായ സുഖങ്ങൾക്കൊക്കെ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മാനസിക ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. 7ാം ഭാവാധിപതി ഭാഗ്യസ്ഥാനത്താണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം വരാൻ യോഗമുണ്ട്. ദാമ്പത്യ സുഖം അനുഭവിക്കാൻ യോഗമുണ്ട്. അത് കാരണം ഭാര്യാഭർത്ത ബന്ധം ദൃഢമാകാനായിട്ട് യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്. പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ അനുകൂലമായ ഗുണഫലങ്ങൾ ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനുള്ള യോഗമുണ്ട്. തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഘണ്ണകാരകനായിരിക്കുന്ന കേതുവാണ്. അത് ലാഭാധിപതി സ്വക്ഷേത്ര ബലവാനാണെങ്കിലും അവിടെ കേതു നിൽക്കുന്ന കാരണം കൊണ്ട് വരുമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ അനാവശ്യമായിട്ടുള്ള ചിലവ് വലിയ കാര്യമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്തായാലും വിഷ്ണു ക്ഷേത്ര നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കഴിപ്പിക്കാൻ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.